കോമഡി വേഷങ്ങളിലൂടെ മാത്രം പ്രേക്ഷകർ കണ്ടുപരിചയിച്ച സന്താനമാണ് ഏജന്റ് സായ് ശ്രീനിവാസ ആത്രേയ എന്ന 2019 പുറത്തിറങ്ങിയ തെലുങ്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയുടെ റീമേക്കായ ഏജന്റ് കണ്ണായിരം എന്ന തമിഴ് മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയിലെ കണ്ണായിരം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ ചില പ്രശ്നങ്ങളാൽ സ്വന്തം ഗ്രാമം വിട്ട് ദൂരേക്ക് പോകേണ്ടി വന്ന അതിസമർത്ഥനായ അന്വേഷണത്വരയുള്ള കണ്ണായിരം എന്ന കുട്ടി പിന്നീട് സ്വന്തമായി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുന്നു. സ്വന്തമായി തന്നെ താനൊരു വലിയ ഡിറ്റക്റ്റീവാണെന്ന് പറഞ്ഞു നടക്കുന്ന കണ്ണായിരത്തിനെ തേടി തൻ്റെ അന്വേഷണത്വര ശമിപ്പിക്കാത്ത രീതിയിൽ യാതൊരു കേസും കിട്ടുന്നില്ല. അങ്ങനെയിരിക്കെ ആ വാർത്ത എത്തുന്നു. തൻ്റെ വരവും പ്രതീക്ഷിച്ച് വർഷങ്ങളായി തൻ്റെ ഗ്രാമത്തിൽ കാത്തിരിക്കുന്ന അമ്മ ചില വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ മരണപ്പെടുന്നു. കടത്തിൽ മുങ്ങിത്താഴാറായി നിൽക്കുന്ന കണ്ണായിരം തൻ്റെ പോക്കറ്റിൽ അവശേഷിക്കുന്ന തുട്ടുകളുമായി ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കണ്ണായിരത്തിന് ഒരാശയം തോന്നി. തൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസി ഈ ഗ്രാമത്തിൽ തുടങ്ങിയാലോ? നിരക്ഷരരായ ആ ഗ്രാമവാസികളുടെ മുന്നിലേക്ക് ഏജന്റ് കണ്ണായിരം ഫീസ് 2000 എന്ന പരസ്യവാചകവുമായി കണ്ണായിരം എത്തുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി തുടങ്ങുന്ന ആ ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് ആദ്യമായി കിട്ടുന്ന കേസുകൾ കാണാതാകുന്ന പൂച്ചയെയും പട്ടിയെയും ഒക്കെ കണ്ടെത്തി കൊടുക്കലായിരുന്നു. തൻ്റെ ഡിറ്റക്റ്റീവ് ഭാവിയെ ഓർത്ത് ശങ്കിച്ചിരുന്ന ആശങ്കപ്പെട്ടിരുന്ന കണ്ണായിരത്തിന് അവസാനം ഒരു കേസ് കിട്ടുന്നു. കാണാതായ തൻ്റെ മകളെ കണ്ടെത്തി കൊടുക്കാൻ ഒരു വൃദ്ധൻ കണ്ണായിരത്തെ സമീപിക്കുന്നു. ഒരു സാധാരണ കേസ് എന്ന നിലയിൽ അതിനെ ഏറ്റെടുക്കുന്ന കണ്ണായിരത്തെ കാത്തിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളായിരുന്നു. ആ ഒരു കേസ് ഒരു കൈവഴി മാത്രമായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഒഴുകിയെത്തുന്നത് ഫിംഗർ പ്രിന്റ് മാഫിയ എന്ന കടലിലേക്കായിരുന്നു. ഈ ക്രൈമിൻ്റെ ചുരുളഴിക്കാൻ ആതിരയായി എത്തുന്ന റിയ സുമനും മെഡിക്കൽ ഷോപ്പ് സ്റ്റാഫായി എത്തുന്ന റെഡിൻ കിങ്സ്ലിയും കൂടെ ഏജന്റ് കണ്ണായിരത്തിൻ്റെ BGMഉം കൂടി ചേരുമ്പോൾ ഏജന്റ് കണ്ണായിരം സസ്പെൻസിൻ്റെ ഒരു മാസ്മരിക അനുഭവം തന്നെ തരുന്നു. IMDbയിൽ 5.6 റേറ്റിംഗ് ഉള്ള ഒരു തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണിത്. കോയമ്പത്തൂരിലെ ഒരു നിബിഡ വനത്തിനുള്ളിലെ കോളേജും അതിനോട് ചേർന്നുള്ള ഹോസ്റ്റലുമാണ് ഈ കഥയുടെ പ്ലോട്ട്. ഈ ഹോസ്റ്റലിലെ കാടിനോട് ഏറ്റവും ചേർന്നുള്ള D ബ്ലോക്കിലാണ് വിമൻസ് ഹോസ്റ്റൽ. അവിടെ നടക്കുന്ന ചില അസ്വാഭാവിക സംഭവങ്ങളിലൂടെ തുടങ്ങുന്ന കഥ ഒരു സ്ലോ പേസിൽ തുടങ്ങി ത്രില്ലിങ്ങിൻ്റെ കൊടുമുടിയിൽ എത്തിക്കുന്നു. D ബ്ലോക്കിലെ ചില വിദ്യാർത്ഥിനികൾ രാത്രികാലങ്ങളിൽ ചില അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. രൂപരഹിതമായ എന്തോ ചിലത് കാണുന്നു. അവരെ പിന്തുടർന്ന് ചില കാലടി ശബ്ദങ്ങൾ കേൾക്കുന്നു. അവരുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതാകുന്നതോടെ കഥ മറ്റൊരു ദിശയിലെത്തുന്നു. പിന്നീട് ആ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതോടുകൂടി സംശയം പലരിലേക്കും നീളുന്നു. അപ്പോൾ ആ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളായ അരുളും സുഹൃത്തുക്കളും ചേർന്ന് ആ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പല വർഷങ്ങളിലായി ഇതേ രീതിയിൽ കൊല്ലപ്പെട്ട മറ്റ് പല പെൺകുട്ടികളുടെയും പേരുകൾ അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ കൊലപാതകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സാമാന്യ ദൃഷ്ടിയിൽ കൊലപാതക രീതിയിലെ സാമ്യതകൾ ഒഴിച്ച് മറ്റൊന്നും അവരുടെ കണ്ണിൽ പെടുന്നില്ല. പിന്നീടാണ് അവരുടെ ശ്രദ്ധയിൽ ആ കാര്യം പെടുന്നത്. ഭരതനാട്യം കളിക്കുന്ന നീളൻ മുടിയുള്ള പെൺകുട്ടികളെ മാത്രമാണ് ആ കൊലയാളി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനു പിന്നിലെ കാരണമാണ് അതിലും ഭയാനകം. മനോനില ശരിയല്ലാത്ത അതിഭയങ്കരനായ സീരിയൽ കില്ലറിനെ കണ്ടെത്താനും കീഴടക്കാനുമുള്ള അരുളിൻ്റെയും കൂട്ടുകാരുടെയും പരിശ്രമമാണ് D ബ്ലോക്ക് എന്ന സിനിമയുടെ കഥ.